ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോട് മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അങ്ങനെ നമ്മുടെ സച്ചി മഹേഷിനോട് സങ്കടം പറയാണ്. പാവ രേവതി എപ്പോൾ നോക്കിയാലും വീട്ടിൽ ജോലി ജോലി എന്നും പറഞ്ഞ് ഓടി തളരുകയായിരുന്നു. ഇപ്പം സ്വന്തമായിട്ടൊരു പൂക്കട വെച്ചിട്ടേ സന്തോഷമായിട്ട് ഇരിക്കുമല്ലേ. അതിനിടയിൽ ഇപ്പൊ ഇതൊക്കെ ഉണ്ടായത് എനിക്ക് സഹിക്കുന്നില്ലടാ. ഒരിക്കലും അവൾ ഇതൊന്നും അറിയാൻ പാടില്ല. ഞാൻ അവളെ നന്നായിട്ട് നോക്കുന്നില്ലേടാ. ഞാൻ അവളെ പൊന്നു പോലെയല്ലേ നോക്കുന്നത്. ഞാൻ എൻ്റെ രേവതിയെ നന്നായിട്ട് നോക്കുന്നില്ല. നീ പറയടാ, നീ പറ. അത് പിന്നെ എടാ, നീ നന്നായിട്ട് നോക്കുന്നുണ്ടാ. പിന്നെ എന്തിനാടാ അവൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് പറ്റാവുന്ന മാക്സിമം രീതിയിൽ നന്നായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ അവൻ പറഞ്ഞത് എന്താന്നോ, ഞാൻ അവളെ കല്യാണം കഴിച്ചത് കൊണ്ട് അവളിപ്പം കുഴപ്പത്തിലായിന്ന്. അതെങ്ങനെയാണ് കുഴപ്പത്തിലാകുന്നത്? ഞാൻ അവളെ നല്ല രീതിയിലല്ലേ നോക്കുന്നത്. എടാ, അത് വിട്ടുകളയടാ. അവൻ വെറുതെ വായി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞതാ. അതൊക്കെ നീ ഇപ്പം മനസ്സിൽ വെക്കാതെ, അതൊന്നും നീ ഓർക്കാതെ. എടാ, ഞാൻ എൻ്റെ ഭാര്യയുടെ അനിയനായിട്ടല്ലടാ അവനെ കണ്ടത്. അവന് ഞാൻ എൻ്റെ സ്വന്തം അനിയനായിട്ടാ ഞാൻ കണ്ടത്. പണ്ട് അവൻ എൻ്റെ ബൈക്ക് മോഷ്ടിച്ചരി ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. അവന് എന്നെ ഒരു ഏട്ടനെ പോലെ കാണുന്നെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അവൻ എന്നെ അങ്ങനെയല്ലടാ കാണുന്നത്. ഇന്നാ എനിക്ക് മനസ്സിലായത് അവൻ എന്നെ എങ്ങനെയാ കാണുന്നതെന്ന്. ഞാൻ വെറും കുടിയനാത്രേ, വെറും കുടിയൻ. ഞാൻ ഇപ്പം കുടിച്ചിട്ടുണ്ട്, അത് ശരിയാ. നീയും കുടിക്കാറില്ലേ? അന്ന് പറഞ്ഞ് നമ്മളൊക്കെ കുടിയന്മാരാണോ? കുടുംബം നോക്കാതെ നമ്മൾ എന്നും കുടിച്ച് നടക്കുന്നവന്മാരാണോ? പക്ഷെ അവ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് അറിയാമോ? നിങ്ങൾ എന്നെ ഉപദേശിക്കേണ്ട, നിങ്ങൾ ഇവിടുന്ന് പൊക്കോ, നിങ്ങൾ ഉപദേശിക്കാൻ ആളല്ല എന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ എന്നെ ആട്ടി ഇറക്കി വിട്ടു. അനിയനെ പോലെ കണ്ടവനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ എൻ്റെ സ്വന്തം അനിയനെ പോലെ കണ്ടു. നമ്മൾ ആരെയും കൂടുതൽ സ്നേഹിക്കാൻ പാടില്ലടാ. കൂടുതൽ ആരെ സ്നേഹിച്ചാലും ഉണ്ടല്ലോ, കൂടുതൽ ആത്മാർത്ഥത കാണിച്ചാലും ഉണ്ടല്ലോ, അവിടെ നമുക്ക് തട്ട് കിട്ടും. നമ്മുടെ ജോലി, നമ്മുടെ വീട് എന്ന് മാത്രം, അത് മാത്രം ചിന്തിച്ച് ജീവിക്കണം. അല്ലാതെ വേറെ ആരെയും ഓർക്കരുത്. നമ്മുടെ ജോലി, നമ്മുടെ വീട് എന്ന് മാത്രം ചിന്തിക്കുക. വേറെ ഒന്നും ചിന്തിക്കരുത് കേട്ടോ മഹേഷേ. എല്ലാം കൈവിട്ടു പോകും. പക്ഷെ എനിക്കങ്ങനെ ജീവിക്കാൻ അറിയില്ലടാ. എനിക്ക് അങ്ങനെ ജീവിക്കാൻ അറിയില്ല. എൻ്റെ രേവതിയുടെ കുടുംബം എൻ്റെ കുടുംബമല്ലേ. പിന്നെ ഇന്നത്തെ കാലത്ത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. നമ്മുടെ കാര്യം നോക്കി മാത്രം ജീവിക്കണം. സ്വാർത്ഥനാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ആരാകണം മഹേഷ്? സ്വാർത്ഥനാകണം. എടാ സച്ചി, നീ ഇച്ചിരി ഓവറാകുന്നുണ്ട്. നീ വന്നേ. ഓവർ? ഇതിൽ കൂടുതൽ എന്തോ ഓവറാടാ. ഇത് തന്നെ ഓവറല്ലേ? ചിന്തിക്കുമ്പോഴേ സത്യം പറഞ്ഞ സങ്കടം വരികയാടാ. പക്ഷെ എനിക്ക് സ്വാർത്ഥനാകാൻ പറ്റില്ല. എൻ്റെ അച്ഛമ്മയും പഠിപ്പിച്ച പോലെ അല്ലേടാ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഞാൻ സ്വാർത്ഥനാവില്ല. എനിക്കതിന് കഴിയില്ല സ്വാർത്ഥനാകാൻ. ഈ സ്വാർത്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഷ്ടനല്ലേടാ. ഞാൻ അങ്ങനെയാണോടാ? ഞാൻ പാവമല്ലേടാ? ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നില്ലേടാ എന്നൊക്കെ പറഞ്ഞ് ഓരോ പിച്ചുമ്പയൊക്കെ പറയാണ് കേട്ടോ. നന്നായിട്ട് കള്ളു കുടിച്ചിട്ടുണ്ട് നമ്മുടെ സച്ചി. അതുകൊണ്ട് തന്നെ വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശരത്തിനെയാണ് കേട്ടോ. ശരത്ത് ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ച് പറക്കി ആലോചിച്ച് കിടക്കാണ്. ശരത്തിന് നന്നായിട്ട് മനസ്സിലായി വിഷയം വലിയ പ്രശ്നമായി തന്നെ തീരും എന്നിങ്ങനെ മനസ്സിലായി. ഇതിൽ ഈ സമയത്ത് നമ്മുടെ ദേവ് പറഞ്ഞു, ശരത്തെ വാ, ഗുളിക കഴിക്കാൻ പറഞ്ഞു. അപ്പൊ ശരത്ത് പതുക്കെ എണീറ്റ് ഗുളികയൊക്കെ കഴിക്കാൻ വേണ്ടി എണീക്കുക. കൈക്ക് ഭയങ്കര വേദനയുണ്ട് കേട്ടോ. അയ്യോ എന്നൊക്കെ പറഞ്ഞാട്ടോ എണീക്കുന്നത്. അങ്ങനെ ഗുളിക കഴിച്ചു. അപ്പൊ ശരത്ത് പറഞ്ഞു, അതെ എനിക്ക് വിശക്കുക, കുറച്ച് ഭക്ഷണം മേടിച്ചിട്ട് വരുമോ? അതിനിപ്പോ എന്താടാ, ഞാൻ പോയി മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞ് ദേവു ഭക്ഷണം മേടിക്കാൻ വേണ്ടി പോവുക. അപ്പോഴത്തേക്കാണ് ശരത്ത് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കഴിക്കുക, എന്നിട്ട് വാങ്ങി വന്നാൽ മതി. രണ്ടാളും ഇവിടെ ഇരുന്ന് കഴിക്കണ്ടല്ലോ. അതുപോലെ നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഇവിടെ. അത് സാരമില്ല, ചേച്ചീനെ വിളിച്ചല്ലേ, ചേച്ചി ഇപ്പം വരില്ലേ, നിങ്ങൾ രണ്ടുപേരും ചെല്ല് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ദേവും പറഞ്ഞു, എന്നാൽ പിന്നെ അമ്മ വാ അമ്മ നമുക്ക് പോയിട്ട് വരാമെന്നും പറഞ്ഞ് ദേവു അമ്മേനെയും കൂട്ടിക്കൊണ്ട് ലക്ഷ്മിനെയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോവുകയാണ്. പക്ഷെ നമ്മുടെ ശരത്ത് തന്ത്രപൂർവ്വം അവിടെ നിന്ന് ഒഴിവാക്കിയതാണ് കേട്ടോ ഇവരെ. വേറെ ഒന്നിനുമല്ല, ആന്റണിയെ ഫോൺ വിളിക്കാൻ വേണ്ടി. ആന്റണിയെ ഫോൺ വിളിച്ച് എല്ലാ കാര്യങ്ങളും അറിയിക്കണം, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ ഫോൺ വിളിച്ചിട്ട് നമ്മുടെ ആന്റണിയോട് പറയുകയാണ്. അത് പിന്നെ ആന്റണി ചേട്ടാ, ഞാൻ ശരത്താ വിളിക്കുന്ന. ഏതാ മനസ്സിലായടാ? ഇപ്പൊ എങ്ങനെയുണ്ടാ നിനക്ക്? ഇപ്പം പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? അത് പിന്നെ കൈക്ക് നല്ല വേദനയുണ്ട്. കൈ തിരിച്ചല്ല നന്നായിട്ട് പിടിച്ച്. നിന്റെ ചേച്ചിയുടെ ഭർത്താവായി പോയി. ഇല്ലായിരുന്നെങ്കിൽ ആ സ്പോട്ടിലിട്ട് ഞാൻ അവനെ തീർത്തേനെ.
വേണ്ട, ഇനിയിപ്പോൾ വേറൊരു പ്രശ്നത്തിനും പോകണ്ട ആന്റണി ചേട്ടാ. അതെ, ഇവിടെ വലിയ പ്രശ്നമായിട്ടിരിക്കുക. എന്ത് പ്രശ്നമാടാ? ഇവിടെ വലിയ വലിയ പ്രശ്നമായി. അതുമാത്രമല്ല, എൻ്റെ ഈ കൈ ഒടിച്ച് തിരിച്ചത് എന്തിനാണെന്ന് അറിയാമോ? അയാൾ എൻ്റെ ഈ കൈ ഒടിച്ച് തിരിച്ചത് വേറൊന്നിനുമല്ല. അയാൾ സത്യങ്ങളൊക്കെ അറിഞ്ഞു. നമ്മളന്ന് അയാളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു 1.5 ലക്ഷം രൂപ മോഷ്ടിച്ചില്ലേ? അതിൻ്റെ വീഡിയോ ഇന്ന് ഞാൻ കണ്ടു. ആ വീഡിയോ എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ കയ്യിലുണ്ട് ആന്റണി ചേട്ടാന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ആന്റണിയും ചോദിച്ചു, ഇത് എന്ത് പറ്റിയത്? അതെങ്ങനെയാ വീഡിയോ കിട്ടി? അതൊന്നും എനിക്കറിയില്ല. ഏതായാലും വീഡിയോ കയ്യിലുള്ളിടത്തോളം കാലം നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ആന്റണി ചേട്ടൻ ഒരു കാര്യം ചെയ്യണം. എല്ലാത്തിനും ഒരു മുൻകൈ എടുത്തോണം, സൂക്ഷിച്ചോണം. എപ്പോഴാ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തോണം. നീ പേടിക്കണ്ടടാ. അവനെന്താ എന്നെ മൂക്കിൽ വലിച്ചു കയറ്റുമോ? അവനൊക്കെ പീറ പയ്യന്മാരാ. അവനൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിന്റെ ചേച്ചിയുടെ ഭർത്താവായി പോയി. അതുകൊണ്ട് ഞാനൊരു അകലം പാലിച്ച് നിൽക്കുന്നതേ ഉള്ളൂ. പിന്നെ എടാ, നിനക്ക് ഹോസ്പിറ്റലിൽ വല്ല പൈസ ചെലവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറയണം കേട്ടോ. പൈസയുടെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ ഇപ്പം എൻ്റെ കയ്യിലുണ്ട് ആന്റണി ചേട്ടാ. എന്നാൽ പിന്നെ വെച്ചേരെ. ഞാനിപ്പം തൽക്കാലം അമ്മേനെയും ഇവിടെ അനിയത്തിനെയും പറഞ്ഞു വിട്ടിട്ടാ ഇപ്പൊ ഫോൺ വിളിക്കുന്നത്. അവരറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും. അവരോട് ഇപ്പോഴും ഞാൻ ബൈക്കിൽ നിന്ന് വീണെന്നാ പറഞ്ഞേക്കുന്നത്. ഏതായാലും അത് തന്നെ മതി. എങ്കിൽ പിന്നെ ശരിയിടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആന്റണി ഫോൺ വയ്ക്കുകയാണ് കേട്ടോ. ഏതായാലും കറക്റ്റ് ഈ സമയത്ത് തന്നെ നമ്മുടെ രേവതി വന്ന് ശരത്തിനോട് ചോദിച്ചു, എടാ ശരത്തെ എങ്ങനെയുണ്ടോ ഇപ്പം? അത് പിന്നെ ചേച്ചി വേദന ഉണ്ട്, വല്ലാത്ത വേദനയാ. അല്ല, അമ്മയും ദേവ് എവിടെ പോയതാ? നിന്നെ ഇവിടെ ഇട്ടിട്ട്? അത് പിന്നെ ക്യാൻറ്റീനിൽ പോയതാ, ഞാനാ പറഞ്ഞു വിട്ടത്. അല്ല, ഡോക്ടർ വന്നായിരുന്നോ? വന്നില്ല, ഡോക്ടർ ഒന്നും വന്നില്ല. എന്നാൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഒന്ന് ഡോക്ടറിനെ കണ്ടുവരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ആണെങ്കിൽ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മി ദേവും കൂടെ ആഹാരം കഴിക്കാൻ വേണ്ടി പോവുകയും ചെയ്തു. അങ്ങനെ ഡോക്ടറിനോട് നമ്മുടെ രേവതി ചെന്ന് പറയാണ്, അത് പിന്നെ സാറേ, ഞാൻ ശരത്തിന്റെ ചേച്ചിയാ. വാ മോളെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി അവിടെ ഇരുന്നു. അപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, കൈക്ക് മുകളില് മേളിലേക്ക് നല്ല പൊട്ടലുണ്ട്. അതുകൊണ്ട് ചിലപ്പം ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. ഓപ്പറേഷനോ? പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു ഓപ്പറേഷൻ ആണ്. ഓപ്പറേഷൻ ചെയ്യാതെ നന്നാവില്ല. അതെന്താ, ഓപ്പറേഷൻ ചെയ്താലേ പെട്ടെന്ന് തന്നെ അവന്റെ കൈ ശരിയാവുമോ? പെട്ടെന്ന് തന്നെ ശരിയാകും, പക്ഷെ സമയം എടുക്കും. ഒരു 3-4 മാസം ഒരു വിശ്രമം വേണം, എന്നാലേ ശരിയാവുകയുള്ളൂ. പൂർണ്ണമായിട്ടും ശരിയാകാൻ ചിലപ്പോൾ ഒരു 6 മാസമെങ്കിലും വേണ്ടി വരും ഓപ്പറേഷൻ കഴിഞ്ഞാലും. എന്റെ ഈശ്വര, ഞാൻ എന്താ ഡോക്ടറെ കേൾക്കുന്നത്? അവന്റെ എക്സാം, അവന്റെ ഭാവി. അതൊക്കെ നിങ്ങളുടെ കാര്യമാണ്. ഏതായാലും ഒരു 30,000 രൂപ വേണം ഓപ്പറേഷന്. അങ്ങനെ 30,000 രൂപ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് ഓപ്പറേഷൻ ചെയ്തേക്കാം, ക്യാഷ് അടച്ചു കഴിഞ്ഞാല്. അത് പിന്നെ 30,000 രൂപ എന്ന് പറഞ്ഞാല് ഞാൻ എവിടെ പോയി കണ്ടെത്താനാ? അല്ല, ഇപ്പം എൻ്റെ കയ്യിൽ ഒരു 10,000 രൂപയുണ്ട്, അത് ഞാനിപ്പോ അടയ്ക്കാം. ബാക്കി ഞാൻ പിന്നീട് അടച്ചാൽ മതിയോ ഡോക്ടർ? നിങ്ങൾ എന്ത് വർക്കാ ചെയ്യുന്നത്? ഞാൻ ഒരു പൂക്കട നടത്തുന്നുണ്ട്. എൻ്റെ ഭർത്താവ് കാർ ഡ്രൈവറാ. അത്യാവശ്യം പൈസയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, ബാക്കി പൈസ ഞങ്ങൾ അടച്ചോളാം. ഇവനെ അവിടെ ഡിസ്ചാർജ് ചെയ്തതിന് മുമ്പ് അടയ്ക്കാം. എന്നെ വിശ്വസിക്കും ഡോക്ടർ. സാരമില്ല, ശരി, കുഴപ്പമില്ല. കയ്യിലുള്ള കാശിപ്പോ അടയ്ക്കുക, ബാക്കി പിന്നീട് അടച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്താം. ഇനിയിപ്പോ നമുക്ക് നീട്ടിക്കൊണ്ട് പോകണ്ട. വളരെയധികം നന്ദിയുണ്ട് ഡോക്ടറെ. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങളുടെ ബ്രദറെ കോളേജിൽ പഠിക്കാണല്ലേ? അതെ, അവൻ കോളേജിൽ പഠിക്കാണ് ഡോക്ടർ. കൈ ശരിയായില്ലെങ്കിൽ അവൻ എക്സാം എഴുതാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, അവന്റെ ഭാവി എന്താവുമെന്ന് എനിക്കറിയില്ല. അല്ല, അവൻ നന്നായിട്ട് പഠിക്കുവോ അതോ വീട്ടിൽ നാട്ടിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന പയ്യനാണോ? അവൻ നന്നായിട്ട് പഠിക്കും. ഇപ്പൊ അവനെ കൊണ്ട് ഒരു പ്രശ്നമില്ല. അപ്പം നേരത്തെ പ്രശ്നം ഉണ്ടായിരുന്നതാണോ രേവതി പറയുന്നത്? അത് പിന്നെ ഞാന് ഇതൊക്കെ ചോദിക്കാൻ കാരണം, ബൈക്കിൽ നിന്ന് വീണെന്ന് പറയുന്നത് വെറും കള്ളമാണ്. കൈക്കും അതുപോലെ കൈയുടെ മുട്ടിനും ഷോൾഡർ ജോയിന്റിനുമാണ് പ്രശ്നം. ബൈക്കിൽ നിന്ന് വീണ ഒരു സൂചനയും ഇല്ല. അവന്റെ ശരീരത്തിൽ വേറൊരു ഇടത്തും ഒരു ചത്തവോ ഒരു പരിക്കൊന്നുമില്ല, ഒരു പോറൽ പോലും ഇല്ല. അല്ല ഡോക്ടറെ, അപ്പൊ ഡോക്ടർ പറഞ്ഞു വരുന്നത് അപ്പൊ എങ്ങനെയാ ഇത് സംഭവിച്ചത്? അത് പിന്നെ ആരുമായോ അവൻ അടിപിടി കൂടിയിട്ടുണ്ട്. ആരോ ബലമായിട്ട് അവന്റെ കൈ പിടിച്ച് തിരിച്ചു ഓടിച്ചിട്ടുണ്ട്. അതിനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൈയുടെ ഈ ഭാഗത്ത് എല്ലിന് ഫ്രാക്ചർ സംഭവിച്ചത് അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ലായിരുന്നു. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയാൽ എനിക്ക് നന്നായിട്ട് അത് മനസ്സിലായി. വേറെ എന്തോ നടന്നിട്ടുണ്ട്. ഏതായാലും അവനോട് ഇപ്പം അത് ചോദിക്കേണ്ട, ഓപ്പറേഷൻ ഒക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞ് ചോദിച്ചാൽ മതി. ശ്രദ്ധിക്കണം, ആണുങ്ങളാ, ഈ പ്രായത്തിന് കൈവിട്ടു പോകേണ്ട സമയമാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം രേവതി, നിന്റെ അനിയനെ നീ സൂക്ഷിച്ചോണം എന്ന് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഉള്ള ക്യാഷ് കൊണ്ടുപോയി അടയ്ക്കാം, ബാക്കി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. ഇത്രയും കേട്ടപ്പോൾ തന്നെ നമ്മുടെ രേവതിയുടെ പകുതി കിളി പാറിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. പകുതി കിളി പാറിപ്പോയി നമ്മുടെ രേവതി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്.
ഈ സമയത്ത് നമ്മുടെ രേവതി സച്ചിനെ വിളിക്കുകയാണ്, കാര്യങ്ങളൊക്കെ പറയണമല്ലോ. അപ്പൊ അതിനാണ് സച്ചിനെ വിളിക്കുന്നത്. എവിടെ നിന്ന് നമ്മുടെ സച്ചി വല്ല ഫോൺ കൊടുക്കുവോ? സച്ചി കോള് നോക്കിയപ്പോ രേവതിയുടെ, വേണ്ട എടുക്കണ്ട, എടുത്തു കഴിഞ്ഞിട്ടുണ്ട് പ്രശ്നമാകും എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് വിട്ടു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി, സച്ചേട്ടൻ ഇത് എന്താ ഈ കാണിക്കുന്നത്, ഫോണും എടുക്കുന്നില്ലല്ലോ, ഇത് എന്താ സച്ചേട്ടന് പറ്റിയത് എന്നും പറഞ്ഞ് നമ്മുടെ രേവതി നിൽക്കുകയാണ്. രേവതിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, എന്താ നടക്കുന്നത്, എന്താ സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ വീണ്ടും നമ്മുടെ രേവതി എന്നാ പിന്നെ ഒന്നുകൂടെ വിളിച്ചു നോക്കാന്ന് പറഞ്ഞ് വിളിച്ചു നോക്കിയപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ സച്ചി നോക്കിയപ്പോ രേവതി. സച്ചിക്കാണെങ്കിൽ കലി വരികയാണ് കേട്ടോ. സച്ചിക്ക് കലി സഹിക്കാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, രേവതിയോട് ഇതൊക്കെ പറഞ്ഞ രേവതിക്ക് വിഷമാവും നമ്മുടെ സച്ചിക്ക് അറിയാം. അതുകൊണ്ട് ഫോൺ എടുക്കണോ വേണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ട് വീണ്ടും നമ്മുടെ സച്ചി എന്ത് ചെയ്തു, ഫോൺ കട്ട് ചെയ്തു. അപ്പം നമ്മുടെ രേവതി അയ്യോ വീണ്ടും കട്ട് ചെയ്തല്ലോ, ഇത് എന്ത് പറ്റി സച്ചേട്ടന്, ഇതെന്താ സച്ചേട്ടൻ ഇങ്ങനെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഏതായാലും സച്ചേട്ടൻ എന്തോ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം. ഈ സമയത്ത് നമ്മുടെ മഹേഷ് നമ്മുടെ സച്ചി എടുത്ത് വന്നിട്ട്, നീ എന്തിനാ കോള് കട്ട് ചെയ്തത്, ആരാ വിളിച്ചത്? അത് പിന്നെ രേവതിയാ വിളിച്ചത്. എന്നിട്ട് നീ എന്താ ഫോൺ എടുക്കാതിരുന്നത്, നീ എന്താ ഫോൺ കട്ട് ചെയ്ത് വിടുന്നത്? ഫോൺ എടുത്തിട്ട് ഞാൻ എന്ത് പറയാനാ അവളോട്, അവള് മാറിയും തിരിഞ്ഞൊക്കെ എന്തെങ്കിലും ചോദിച്ചാല് എനിക്ക് ആകെ സങ്കടമാവും, എനിക്ക് പിന്നെ പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. വേണ്ട, കോൾ എടുത്ത് വെറുതെ കുളവാക്കണ്ടടാ, പറയണ്ടടാ, അതുകൊണ്ടാ ഞാൻ കോള് കട്ടാക്കി വിട്ടത്. എടാ, കോള് കട്ടാക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിക്ക് സങ്കടമാവില്ലേ? ഇപ്പൊ തൽക്കാലം സങ്കടമാണെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഞാൻ ഈ കാര്യം പറയില്ലടാ എന്ന് പറയുകയാണ്. അപ്പൊ വീട് കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാല് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ശരത്തിനെയാണ്. അങ്ങനെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ശരത്തിനെ നേരെ റൂമിലേക്ക് കൊണ്ടുവന്ന് ബെഡിലേക്ക് കയറ്റി കിടത്താണ് കേട്ടോ. അപ്പോഴും നമ്മുടെ രേവതിനെ കാണിക്കുന്നുണ്ട്. രേവതി വേറെ എന്തൊക്കെയോ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. വേറെ ഒന്നുമല്ല, രേവതിയുടെ മനസ്സിലെ കൈ തല്ലി ഒടിച്ചതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, തിരിച്ചൊടിച്ചതാണെന്ന്. അപ്പൊ അത് ചോദിക്കണം, ചോദിക്കാതെ രേവതിക്ക് ഒരു സമാധാനമില്ല. അങ്ങനെ പതുക്കെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവി വെച്ചിടാ, നിനക്ക് വേദനയുണ്ടോ? ഇപ്പൊ എനിക്ക് വേദനയൊന്നുമില്ല, ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് ഒരു ഇച്ചിരി വേദന ഉണ്ടായിരുന്നു, പിന്നെ അവര് എന്തോ ഇഞ്ചക്ഷനൊക്കെ തന്നപ്പോഴത്തേക്ക് ഇപ്പൊ വേദനയൊന്നുമില്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് രേവതി ഇങ്ങനെ മാറി നിൽക്കുന്നത് കണ്ടത് നമ്മുടെ ലക്ഷ്മി വെച്ചു, മോളെ നിനക്ക് എന്ത് പറ്റി, നീ വല്ലാതെ നിൽക്കുന്നത്, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞല്ലോ, ഇനി പേടിക്കാനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് മോള് സങ്കടപ്പെടുവൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പതുക്കെ ശരത്തിന്റെ അടുത്തേക്ക് വന്നു. ശരത്തിന്റെ അടുത്തേക്ക് വന്നിട്ട്, ശരത്തെ നിനക്കിത് എങ്ങനെയാടാ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ട് നമ്മുടെ ശരത്ത്, അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചേച്ചി, ബൈക്കിൽ നിന്ന് വീണതാണെന്ന്. എവിടെന്നാ നീ വീണത്, അത് പറ, ആരുടെ ബൈക്കിൽ നിന്നാ നീ വീണത്? അത് പിന്നെ ജംഗ്ഷൻ അടുത്ത്. ആരുടെ ബൈക്കിൽ നിന്നാ നീ വീണതെന്ന്, ആരുടെ ബൈക്കാ നീ ഓടിച്ചിരുന്നത് എന്ന്. അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ബൈക്കാ. ആ ഫ്രണ്ടിന്റെ പേരില്ലേ, ആ ഫ്രണ്ട് എന്താ, നീ പറ, ഏതാ ഫ്രണ്ട്? അല്ലെങ്കിൽ പിന്നെ ആ ഫ്രണ്ട് നീ വിളിച്ചതാ, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. അവൻ ഇതുവരെ നിന്നെ ഒന്നും വിളിച്ചില്ലല്ലോ. അത് പിന്നെ എൻ്റെ കൂടെ പഠിച്ച ഇമ്മാനുവലിന്റെ ബൈക്കാ. എങ്കിൽ പിന്നെ ഇമ്മാനുവലിന്റെ നമ്പർ ഇങ്ങ് തന്നെ, ഞാനൊന്ന് വിളിക്കട്ടെ, ഞാനൊന്ന് വിളിച്ച് അന്വേഷിക്കട്ടെ. ഇനിയിപ്പോൾ അവന്റെ ബൈക്കാണല്ലോ, എന്തെങ്കിലും സംഭവിച്ചോന്ന് അറിയണമല്ലോ, നിന്റെ ഫോൺ ഇങ്ങിതാ, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശരത്താകെ അന്തം വിട്ട് പോകും. അപ്പൊ ശരത്ത് പറഞ്ഞു, എന്തിനാ ചേച്ചി അവനെ വിളിക്കുന്നത്, അവന്റെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, അവന്റെ ഫോൺ നമ്പർ പറയാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, മര്യാദയ്ക്ക് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ശരത്ത് പറഞ്ഞു, അത് പിന്നെ ചേച്ചി, എന്താടാ നീ ഉരുണ്ട് കളിക്കുന്നത്, എന്താടാ? ദേ, അവരോട് ഫോൺ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറയാൻ ഞാന്, നീ നമ്പർ പറ, നീ നമ്പർ പറയാനാ പറഞ്ഞത്. അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, എന്തിനാ രേവതി അവനോട് വരാൻ പറയുന്നത്, എന്താ നീ അവനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത് പിന്നെ ദേ, അമ്മ മിണ്ടാതിരിക്കുക. അപ്പൊ നമ്മുടെ ശരത്ത് പറഞ്ഞു, ചേച്ചി അത് പിന്നെ അവൻ, എന്താടാ നീ പരുങ്ങുന്നത്, നീ എന്താടാ പരുങ്ങുന്നതെന്നാ ചോദിച്ചത്. നീയേ ദേ കൂടുതൽ കളിക്കാതെ. അപ്പൊ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, രേവതി നീ ഒന്ന് നിർത്തുന്നുണ്ടോ, നീ എന്തിനാ ഇവനോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമ്പം? അമ്മേ, ഇവൻ കള്ളം പറഞ്ഞ അമ്മേ, ഇവൻ പേരും കള്ളനാ, ഇവൻ പേരും കള്ളൻ, ബൈക്കിന്റെ വീടൊന്നും അല്ല ഇവന്. അല്ല അല്ല പിന്നെ പിന്നെ എങ്ങനെയാ ഇത് സംഭവിച്ചത്? ഇവനെ ആരോ അടിച്ചതാ, ഡോക്ടറിനോട് എല്ലാം പറഞ്ഞു, ഡോക്ടറോട് ഇവൻ വെറുതെ കള്ളം പറഞ്ഞതാ, ഇവനെ ആരോ തല്ലി ചതച്ച ഇങ്ങനെ ആക്കിയത്, അടിച്ചതോ? എന്താ മോളെ ഞാൻ ഈ കേൾക്കുന്നത്, ഇതൊക്കെ സത്യമാണോ? ശരത്തെ, ശരത്തെ പറയടാ മോനെ, ആരാ നിന്നെ അടിച്ചത്, എന്തിനാ നിന്നെ അടിച്ചത്? അമ്മേ, അങ്ങനെയൊന്നും ഇല്ലമ്മേ, അമ്മ സമാധാനപ്പെട്. ദേ ശരത്തെ, നീ കള്ളം പറയരുത് കേട്ടോ, നീ എല്ലാവരോടും കള്ളം പറഞ്ഞു, ഈ ചേച്ചിയോട് കള്ളം പറയരുത്, ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു നീ ബൈക്കിൽ നിന്ന് വീണതല്ല, നിന്റെ കൈ പിടിച്ച് ആരോ തിരിച്ചോടിച്ചതാണെന്ന്, അത് കറക്റ്റ് ആയിട്ട് ഡോക്ടറിന് മനസ്സിലായി. അപ്പൊ വീണ്ടും നമ്മുടെ ദേവി ചോദിച്ചു, സത്യമാണോടാ ഈ പറയുന്നത്? അത് പിന്നെ അപ്പൊ ലക്ഷ്മി പറഞ്ഞു, വാ തുറന്ന് പറയടാ ഒന്ന്. അത് പിന്നെ ഞാൻ ബൈക്കിൽ നിന്ന് വീണതല്ല, ഡോക്ടർ പറഞ്ഞത് ശരിയാ, എന്റെ കൈ എന്റെ കൈ ഒരാള് തിരിച്ചോടിച്ചതാ. ഇത് കേട്ടോ നമ്മുടെ രേവതിക്ക് സഹിക്കുവോ, ലക്ഷ്മിക്ക് സഹിക്കുവോ, ദേവുവിന് സഹിക്കുവോ? ഇത് കേട്ടതേ തന്നെ നമ്മുടെ രേവതി ഫസ്റ്റ് ചോദിക്കുന്നത്, ആരാടാ ഈ പണി നിന്നോട് ചെയ്തത്? അപ്പൊ ലക്ഷ്മി ചോദിച്ചു, ആരാടാ ഈ പണി ചെയ്തത്, ആരാടാ ചോദിച്ചത്? അത് പിന്നെ ഞാന് ജോലിക്ക് പോകുന്നത് ആന്റണിയുടെ ഓഫീസിലാ. ഓ, ഇപ്പൊ മനസ്സിലായി നിന്റെ കൈ എങ്ങനെയാ ഒടിഞ്ഞതെന്ന്. എടാ, നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലടാ അവനോട് കൂട്ടുകൂടരുതെന്ന്.
എന്നിട്ട് രേവതി അങ്ങോട്ട് ചെന്നില്ല. രേവതി ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ ശരത്തിനെ ഇങ്ങനെ പിടിച്ചിങ്ങനെ കുലുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ലക്ഷ്മി പറഞ്ഞു, നീ എന്താ ഈ കാണിക്കുന്നത്? അവൻ അടി മേടിച്ച് വന്നിരിക്കുക, അതുമല്ല ഓപ്പറേഷനാ, നീ എന്താ വീണ്ടും അവനെ അടിക്കുന്നത്? അവൻ ആ മറ്റവൻ കാരണം ഇപ്പത്തെ ഇവൻ ഇങ്ങനെ കിടക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പറ്റില്ല ഇത് കണ്ടോണ്ട് നിൽക്കാൻ. അപ്പൊ ലക്ഷ്മി പറഞ്ഞു, നീ എന്തിനാണ് ആ തെമ്മാടിയുടെ കൂടെ ജോലിക്ക് പോകുന്നത്? അത് പിന്നെ ആന്റണിയേട്ടൻ ഇപ്പം പഴയതുപോലെ ഒന്നുമല്ല, ഇപ്പൊ ഒരു ഫൈനാൻസ് കമ്പനി തുടങ്ങിയിട്ടുണ്ട്, അത് നേർവഴിക്കാ ഇപ്പൊ ആര്യൻ ചേട്ടൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അതിന്റെ ഒരു ചെറിയ ഭാഗമായിട്ട് ഞാനും ഉണ്ട്. ഞാനിവിടെ ഡേറ്റ എൻട്രി ജോലിയാണ് ചെയ്യുന്നത്, വേറൊന്നുമല്ല. ഏതായാലും ഈ ഒരു സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കണക്കൊക്കെ ഞാനാ ചേച്ചി നോക്കുന്നത്, കണക്കെല്ലാം ഞാൻ കറക്റ്റായിട്ട് നോക്കി കൊടുക്കും. പിന്നെ പലിശ പിരിക്കാൻ ഇടയ്ക്ക് പോകേണ്ടി വരും, അതിന് ഞാൻ പോകും. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവി ചോദിച്ചു, നിനക്ക് എന്തിനാണ് ഈ ജോലി? ഈ ജോലിയുടെ കാര്യം നിനക്കുണ്ടോ? ആരാ നിന്റെ കൈ ഒടിച്ചത്? അതല്ലേ എല്ലാവരും മാറി മാറി ചോദിക്കുന്നത്, ആദ്യം പറ. അത് പിന്നെ ആന്റണി ഏട്ടിൽ നിന്ന് കുറെ പേര് പലിശയ്ക്ക് പൈസ കടം മേടിക്കാറുണ്ട്. അതില് സച്ചേട്ടന്റെ ഫ്രണ്ട് മഹേഷും പലിശയ്ക്ക് ഇങ്ങനെ കടം മേടിച്ചിരുന്നു. കുറെ നാളായിട്ട് അദ്ദേഹം പലിശ അടയ്ക്കാറില്ല. അത് മേടിക്കാനായിട്ട് ടാക്സി സ്റ്റാൻഡിൽ ഞങ്ങൾ ഒരുമിച്ചാ പോയത്. മഹേഷ് ഏട്ടൻ ആന്റണി ഏട്ടനെ അടിച്ചു. അത് കണ്ടിട്ട് ഞാനും മഹേഷ് ഏട്ടനെ തിരിച്ചടിച്ചു. എന്റെ ഫ്രണ്ടല്ലേ, എന്റെ ഫ്രണ്ടിനെ അടിച്ചാൽ ഞാൻ ചുമ്മാതെ ഇരിക്കുവോ? എടാ, നീ എന്താടാ കാണിച്ചത്? നീ എന്തിനാടാ അത് ചെയ്തത്? ഞാൻ അതിൽ ഇടപെട്ടു. അപ്പം മഹേഷാണോ നിന്റെ കൈ തല്ലി ഒടിച്ചത്? മഹേഷാണോ നിന്റെ കൈ പിടിച്ച് തിരിച്ചത്? അല്ല, മഹേഷ് ചേട്ടനല്ല എന്റെ കൈ പിടിച്ച് തിരിച്ചത്. അവിടെ അവിടെ അപ്പോഴത്തേക്കും സച്ചേട്ടൻ വന്നു. സച്ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രശ്നം കുറച്ച് വഷളായി. സച്ചേട്ടൻ എന്നെ അടിച്ച് താഴെ ഇട്ടു, പിന്നെ എന്റെ കൈ പിടിച്ച് തിരിച്ചു ഒടിച്ചു. അതാ സംഭവിച്ചത്. എന്റെ കൈ പിടിച്ചൊടിച്ചത് സച്ചേട്ടനാ. അമ്മയാണ് സത്യം. സച്ചേട്ടന എന്റെ കൈ പിടിച്ച് തിരിച്ചൊടിച്ചത്. ഇത് കേട്ടത് അന്താളിച്ചു പോയിട്ട് ഇവര് 3 പേരും, ലക്ഷ്മിയും ദേവും അതുപോലെ തന്നെ നമ്മുടെ രേവതിയും, എന്ത് പറയാം, എന്ത് ചെയ്യണം, എന്ത് പറയണമെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ലക്ഷ്മി ചെന്ന് നമ്മുടെ രേവതിയുടെ അടുത്ത്, മോളെ ഇതെന്താ ഇതെന്താ മോളെ അവൻ അങ്ങനെയൊക്കെ ചെയ്തത്? അപ്പൊ നമ്മുടെ ശരത്ത് വീണ്ടും വീണ്ടും പറയാ, വിടരുതെന്ന് ഞാൻ വിടാൻ ഞാൻ കരഞ്ഞു പറഞ്ഞു. എന്നിട്ടും എന്നെ വിട്ടില്ല. എന്റെ ഫ്രണ്ടിനെ തൊടുവല്ലേ എടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാ എന്റെ കൈ തിരിച്ചു പിടിച്ച് ഇങ്ങനെ ഓടിച്ചത്. ഞാൻ കുറെ ആവർത്തിച്ച് പറഞ്ഞതാ വേണ്ടാന്ന്. എങ്കിലും സച്ചി അവനിങ്ങനെ ചെയ്തല്ലോ ഈശ്വര. അവന് എന്ത് തോന്നി? അവനെന്തൊരു മഹാപാവിയാ. സ്വന്തം ഏട്ടനെ പോലെ അല്ലേടാ നീ അവനെ കണ്ടത്? അത് ശരിയാമേ, സ്വന്തം ഏട്ടനെ പോലെ തന്നെ ഞാൻ കണ്ടത്. പക്ഷെ ആ ഏട്ടന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടായത്. അടിക്കരുത് എന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞു, കാല് പിടിച്ചു. പക്ഷെ കേട്ടില്ല. നന്നായിട്ട് കുടിച്ചിരുന്നു സച്ചേട്ടൻ, മുഴുകുടിയനായിരുന്നു ആ ഒരു സമയത്ത്. നല്ല സ്മെല്ലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണല്ലേ സച്ചേട്ടൻ ഹോസ്പിറ്റലിലേക്ക് വരാതിരുന്നത്. എന്ത് ദ്രോഹമാ രേവതി ചേച്ചി സച്ചേട്ടൻ ചെയ്തത്? വേറെ ആരെങ്കിലും ഇത് ചെയ്തതെങ്കിൽ അവന്റെ വീട് തേടിപ്പോയി ഞാൻ അവനെ തല്ലിയേനെ, അവനെ കൊന്നേനെ. പക്ഷെ ഇതിപ്പം എന്താ? അപ്പൊ നമ്മുടെ ദേവ് പറഞ്ഞു, ചേച്ചി സച്ചേട്ടൻ മാറി എന്നൊക്കെ പറഞ്ഞത് കള്ളവാ. സച്ചേട്ടന് മാറാനൊന്നും പറ്റില്ല. മനുഷ്യനാണോ അദ്ദേഹം? ഇത്തിരിയെങ്കിലും മനുഷ്യപ്പറ്റുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? സ്വന്തം അനിയനെ പോലെ കാണേണ്ട ആളല്ലേ? എന്നിട്ട് ആ കൈയും കൊണ്ട് തന്നെ കിട്ടിയല്ലോ. അപ്പൊ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, ഞാൻ സ്വന്തം മോനെ പോലെ അവനെ കണ്ടത്, എന്റെ സ്വന്തം മോനെ പോലെ. പക്ഷെ അവൻ അങ്ങനെയല്ല, അവൻ നമ്മളെ അന്യരെ പോലെയല്ലേ കാണുന്നത്. അവൻ അങ്ങനെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ, അനിയനാണെന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു, ഇങ്ങനെയൊന്നും കാണിക്കില്ലായിരുന്നു. പക്ഷെ അവന്റെ മനസ്സിലൊരിറ്റ സ്നേഹവും വാത്സല്യവും ഒന്നും ആരോടുമില്ല. ദുഷ്ടന, ക്രൂരന. മോനെ പോട്ടെ ശരത്തെ പോട്ടെ, സാരമില്ല, നമുക്കിതൊക്കെ ഇങ്ങ് മറന്നേക്കാം എന്നിങ്ങനെ ലക്ഷ്മി ഇങ്ങനെ ശരത്തിനോട് പറയാണ്. ഇത് കേട്ടത് നമ്മുടെ രേവതിയുടെ പിടിയും പിടിവള്ളിയും എല്ലാം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. രേവതി സഹിക്കുവോ? രേവതി ആണെങ്കിൽ കാലി വന്ന് മൂത്ത് നേരെ പോകുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല, നമ്മുടെ സച്ചിയുടെ അടുത്തേക്കാണ്. ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.